നമസ്കാരം. എം സി ജിതിൻ സംവിധാനം ചെയ്ത് നസ്രിയ, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി തിയേറ്റർ റിലീസായി വന്ന സൂക്ഷ്മദർശിനി. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. പ്രിയ എന്ന് വിളിക്കുന്ന പ്രിയദർശിനിയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. ഭർത്താവും മകളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ജോലിക്കുള്ള അന്വേഷണങ്ങളും തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ട്. അവിടുത്തെ അയൽക്കാരുമായിട്ടുള്ള സൗഹൃദമൊക്കെ പറഞ്ഞ് ആ സ്പേസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അയൽവീട്ടിൽ മാനുവലും അമ്മയും താമസത്തിനെത്തുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സൂക്ഷ്മദർശിനി പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. മിസ്റ്ററി ത്രില്ലർ സ്വഭാവം ഉടനീളം നിലനിർത്തി എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് സിനിമ. ത്രില്ലറിൻ്റെ പുതുവഴികൾ സ്വീകരിക്കുമ്പോൾ അത് വിജയിക്കുന്നു എന്നതുകൂടെ ചിത്രത്തെക്കുറിച്ച് ചുരുക്കി പറയാം. നസ്രിയാണ് പ്രിയ എന്ന കഥാപാത്രമായി എത്തുന്നത്. വീട്ടിലെ കാര്യവും ജോലി അന്വേഷണവും വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചകളുമൊക്കെ തുടക്കത്തിൽ തന്നെ ആ കഥാപാത്രത്തെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നസ്രിയുടെ ഇതുവരെ കാണാത്ത പ്രകടനം എന്നൊന്നും പറയുന്നില്ല. പ്രിയ എന്ന കഥാപാത്രത്തെ അവരുടെ യാത്രകളെ മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ ആ കഥാപാത്രത്തിനൊപ്പം പ്രേക്ഷകൻ്റെ ഒരു യാത്ര കൂടെ സാധ്യമാക്കുന്നതിൽ പ്രകടനം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. സുഹൃത്തുക്കളുടെ കൂടെയുള്ളത്, ഫാമിലിയുമായിട്ടുള്ളതൊക്കെ നോക്കിയാലും കോമ്പിനേഷൻ കെമിസ്ട്രിയും നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. റിയൽ സ്പേസിൽ നിന്ന് തന്നെ ആ കഥാപാത്രത്തിൻ്റെ സാഹചര്യങ്ങളെ എഫക്റ്റീവായി ഡെലിവർ ചെയ്യുന്നുമുണ്ട്. മാനുവൽ എന്ന അയൽക്കാരൻ കഥാപാത്രമായാണ് ബേസിൽ ജോസഫ് എത്തുന്നത്. കിട്ടില്ലൻ. പ്രിയ അറിയുന്നതനുസരിച്ചാണ് ഈ കഥാപാത്രത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ആ കഥാപാത്രം ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നത് രസമായി തന്നെ ബേസിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു റിയൽ ഫീൽ എന്നതും ഉടനീളം നമുക്കറിയാനുമുണ്ട്. ടെൻഷൻ, ഉള്ളിൽ ഒളിപ്പിച്ചുള്ള ചിരികൾ, ദേഷ്യം വരുമ്പോഴൊക്കെ പെർഫോമൻസിൽ ഗംഭീര മൊമെൻറ്റ്സ് സമ്മാനിക്കുന്നുണ്ട് ബേസിൽ ജോസഫ്. കഥാപാത്രമായി അഭിനയിക്കുന്നതും കഥാപാത്രം തന്നെ അഭിനയിക്കുന്നുമുണ്ടല്ലോ, അതൊക്കെ കിട്ടില്ലായിരുന്നു. പ്രിയയുടെ ഭർത്താവിൻ്റെ വേഷത്തിലെത്തുന്ന ദീപക് പറമ്പോൾ രസമായി തന്നെ ആ റോള് ചെയ്തിട്ടുണ്ട്. അയൽക്കാരിൽ പ്രധാന കഥാപാത്രങ്ങളുടെ വേഷത്തിലെത്തുന്ന അഖില ഭാർഗവൻ, പൂജ മോഹൻരാജ് എന്നിവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവരുടെ മൂന്നുപേരുടെ ഒരു കോമ്പിനേഷൻ കെമിസ്ട്രി, അതിലെ ഡയലോഗ്സ് ഒക്കെ പരാമർശിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. തമാശകളും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. മാനുവലിൻ്റെ അമ്മ വേഷത്തിലെത്തുന്ന മനോഹരി ജോയ്, മാനുവലിൻ്റെ ബന്ധുവായെത്തുന്ന സിദ്ധാർത്ഥ് ഭരതൻ, അതുപോലെ സ്റ്റെഫി എന്ന കഥാപാത്രമായെത്തുന്ന മെറിൻ ഫിലിപ്പ് എന്നിവരുടെ പ്രകടനങ്ങളും തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇവർക്കൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് മിക്ക സ്ഥലത്തും സിനിമയിൽ ലഭിക്കുന്നുണ്ട്. അത് എഫക്റ്റീവായി വന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. എവിടെയും ഒരു ഏച്ചു കെട്ടിയ ഫീലൊന്നും ഉണ്ടായിട്ടേ ഇല്ല. നൗഷാദ് അലി, ഗോപൻ മങ്ങാട്ട്, ജയാക്കുറുപ്പ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രിയ എന്ന കഥാപാത്രത്തിൻ്റെ സംശയങ്ങൾ, അതിലെ അന്വേഷണങ്ങൾ എന്ന നിലയിലാണ് സിനിമ ആരംഭിക്കുന്നത്. ഇങ്ങനെ ഗിമ്മിക്സിലേക്കൊന്നും പോകാതെ ഉടനീളം അത് രസമായി എൻഗേജിംഗ് ആയി തന്നെ കൊണ്ടുപോയിട്ടുമുണ്ട്. തിരക്കഥ അതുകൊണ്ട് തന്നെ തീർച്ചയായും കയ്യടി അർഹിക്കുന്നു. ആദ്യ പകുതി കഴിയുമ്പോൾ വലിയ ക്ലൂ ഒന്നും തരുന്നില്ല. അതേസമയം അതുവരെ കാണിച്ചതെല്ലാം റെലവൻ്റ് ആണ് എന്നതും രസകരമായൊരു പരിപാടിയായിരുന്നു. MSc കഴിഞ്ഞ ഒരാളുടെ സൂക്ഷ്മ ദർശനങ്ങളെ, അതിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള വഴികളെ കൺവിൻസിംഗ് ആയ രീതിയിൽ തന്നെ സ്ക്രീനിലെത്തിക്കുന്നതിൽ ചിത്രം വിജയിച്ചിട്ടുണ്ട്. ലിബിൻ TB, അതുൽ രാമേന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. കഥയുടെ ഭൂരിഭാഗവും 2 വീടുകളും അതിന് ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. അയൽപ്പക്കത്തേക്കുള്ള നോട്ടങ്ങൾ എന്നത് കഥ പറച്ചിലിനെ ഒഴുക്കോടെ കൊണ്ടുപോകുന്നുണ്ട്. 3 സുഹൃത്തുക്കളുടെ രാത്രി സംസാരങ്ങൾ, അതിലെ കാഴ്ചകളൊക്കെ ശരിക്കും ടെൻഷൻ സമ്മാനിക്കുന്നത് തന്നെയാണ്. ശരൺ വേലായുധനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. ക്രിസ്റ്റോ സേവിയറിൻ്റെ പശ്ചാത്തല സംഗീതം മിക്ക സ്ഥലത്തും സിനിമയെ ലിഫ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒഴുക്ക് മികച്ചതാക്കുന്നതിൽ ചമൻ ചാക്കോയുടെ എഡിറ്റിങ്ങും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സിനിമയിൽ പ്രോപ്പർട്ടീസ് കൊണ്ടുവന്നിരിക്കുന്നവിടെ പ്രത്യേകിച്ച് പറയേണ്ടതാണ്. സ്പോയിലർ ആവാതെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ജ്യൂസ് ഒരു പ്രധാന സംഭവമായിട്ട് വരുന്നുണ്ട്. ആ സീൻ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളെ നമുക്ക് അവസാനം വരെ ഉണ്ട് എന്നുകൂടെ പറയാം. പ്രേക്ഷകർക്കുണ്ടാവുന്ന അത്തരം ചോദ്യങ്ങളെ അല്ലെങ്കിൽ സംശയങ്ങളെ പിന്നീട് റിവീൽ ചെയ്യുന്നതും രസമുള്ള പരിപാടി തന്നെയായിരുന്നു. പല കാര്യങ്ങളിലും ഈ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കഥാപാത്രങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് അതിൻ്റെ റെലവൻസ് കൂടെ മാറുമ്പോൾ കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് സിനിമ. പെട്ടെന്ന് തന്നെ ആ സ്പേസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും പ്രിയയുടെ സംശയങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാനും അവസാന നിമിഷം വരെ എൻഗേജിംഗ് ആക്കി തന്നെ കൊണ്ടുപോകുന്നതിൽ ഡയറക്ടർ MC വിജയിച്ചിട്ടുണ്ട്. ത്രില്ലർ സിനിമകൾക്ക് ഒരു കാര്യമുണ്ട്, കാണുന്നവരും സൂക്ഷ്മമായി തന്നെ ദർശിക്കും. ആ ദർശനത്തിലും സൂക്ഷ്മമായ ചിലത് ചേർത്ത് വെച്ച് തന്നെ മുന്നേറാൻ സാധിക്കുന്ന ചിത്രം നന്നായി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.